കൊല്ലവർഷം 30കളിൽ പഴകന്നൂർ ദേശത്ത് താമസിച്ചിരുന്ന ദേവദാസിയായ കാർവേണിയുടെ പുത്രിയായിരുന്നു അല്ലി. അതിസുന്ദരിയായ അല്ലി അവിടുത്തെ ശിവൻ കോവിലിലെ പൂജാരിയുമായി പ്രണയത്തിലായി. പിന്നീട് അവരുടെ വിവാഹം നടന്നു. പക്ഷേ ദുർനടപ്പുകാരനായ ഈ നമ്പി പണം മോഹിച്ചാണ് അല്ലിയെ വിവാഹം കഴിച്ചത്. കാർവേണി മരുമകനായ നമ്പിയുടെ ദുർനടപ്പിൽ അതിയായി ദുഃഖിച്ചു. ഈ നമ്പിയുടെ ദുർനടപ്പ് സഹിക്കാൻ വയ്യാതെ കാർവേണി ഇദ്ദേഹത്തെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു. ശരിക്കും പറഞ്ഞാൽ ഈ നമ്പി അല്ലിയുടെ പണം മാത്രം മോഹിച്ചാണ് അവളെ വിവാഹം കഴിച്ചത്. ഇതറിഞ്ഞ അല്ലിയും നമ്പിയോടൊപ്പം വീട് വിട്ടിറങ്ങി. സ്വന്തം മടിയിൽ തലവെച്ചുറങ്ങിയ അല്ലിയെ ഈ നമ്പി കല്ലുകൊണ്ട് അടിച്ചു കൊന്നു. അല്ലിയെ തിരക്കി വന്ന അല്ലിയുടെ അനുജൻ അമ്പി ഈ രംഗം കണ്ട് സ്തബ്ധിച്ചിരുന്നു. അദ്ദേഹം സ്വയം തലതല്ലി മരിച്ചു. പിന്നീട് ഇവർ രണ്ടുപേരും പുനർജന്മമായി ചോളരാജാവിന്റെ മക്കളായ നീലനും നീലിയും എന്ന പേരിൽ ജനിച്ചു. ഇതിനെ തുടർന്ന് ആ രാജ്യത്തിൽ ഉടനീളം നിരന്തരം പ്രശ്നങ്ങൾ കാണപ്പെട്ടു. ഇതിന് കാരണം തന്റെ കുട്ടികളാണെന്ന് മനസ്സിലാക്കിയ ചോളരാജാവ് കുട്ടികളെ ചോളരാജ്യത്തിന്റെ തെക്കേ അതിർത്തിയായ നാഗർകോവിലിന് സമീപമുള്ള പഞ്ചവൻകാട്ടിൽ ഉപേക്ഷിച്ചു. പിന്നീട് അതിന് സമീപമുള്ള പഴകന്നൂർ ഗ്രാമത്തിൽ ഈ കുട്ടികൾ വിഹരിച്ചു നടന്നു. രണ്ടുപേരും നാട്ടുകാരെ ഒരുപാട് ഉപദ്രവിച്ചു. ഇവരുടെ ശല്യം കാരണം നാട്ടിലെ 70ഓളം ഊരാൺമക്കാർ ചേർന്ന് മാന്ത്രികനായ നാഗർകോവിൽ നമ്പിയെ വരുത്തിച്ചു. എന്നാൽ അദ്ദേഹത്തിന് നീലയെ തളയ്ക്കാനായില്ല. നീലനെ മാത്രമേ തളയ്ക്കാനായൂ. നീലയുടെ ഭർത്താവായിരുന്ന പൂജാരിയുടെ പുനർജന്മമായ ആനന്ദൻ എന്ന കാവേരി പട്ടണം സ്വദേശി പഞ്ചവൻകാട് വഴി വ്യാപാരത്തിനായി പോകാൻ ഒരുങ്ങുകയും കയ്യിൽ മാന്ത്രിക ദണ്ടുണ്ടായിരുന്നതിനാൽ ആനന്ദനെ തൊടാൻ നീലിക്ക് കഴിഞ്ഞില്ല. അയാൾ ഓടി പഴകന്നൂർ ഗ്രാമത്തിലെത്തി. ഒടുവിൽ യക്ഷി മായ കാട്ടി കുട്ടിയോടുകൂടി ഒരു സ്ത്രീരൂപം പ്രാപിച്ചു. തന്റെ ഭർത്താവ് താനുമായി വഴക്കിട്ടോടി പോവുകയാണെന്ന് ഗ്രാമവാസികളെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. അവൾ യക്ഷിയാണ് അതെന്ന് കരഞ്ഞ് അയാൾ പറഞ്ഞെങ്കിലും ആരും വിശ്വസിച്ചില്ല. മാത്രമല്ല, അദ്ദേഹത്തെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ 70 ഊരാൺമക്കാരും അവരോടൊപ്പം അല്ലെങ്കിൽ അയാളോടൊപ്പം മരിക്കുമെന്നും അവർ സത്യം ചെയ്തു. നിവൃത്തിയില്ലാതെ അവിടെ കഴിഞ്ഞ ആനന്ദനെ രാത്രി യക്ഷി തന്ത്രപൂർവം വധിക്കുന്നു. രാവിലെ ആനന്ദൻ മരിച്ചു കിടക്കുന്നത് കണ്ട ഊരാൺമക്കാർ തങ്ങളുടെ വാക്ക് പാലിപ്പിക്കുന്നതിനായി അഗ്നിപ്രവേശം ചെയ്തു. തന്റെയും തന്റെ സഹോദരന്റെയും മരണത്തിന് കാരണക്കാരനായ ദേശക്കാരെയും ആനന്ദനെയും 70ഓളം ഊരാൺമക്കാരെയും വധിച്ച ശേഷം നീലി ഒരു കള്ളിപ്പാലിയുടെ ചുവട്ടിൽ കുടിയിരിക്കുകയും അമ്മയായി മാറുകയും ചെയ്തു. തിരുവനന്തപുരത്ത് നിന്ന് പത്മനാഭപുരത്തേക്ക് പോകുന്ന വഴിക്ക് കുറെ സ്ഥലം മനുഷ്യവാസമില്ലാതെ കാടായി കിടന്നിരുന്നു. ഈ കാട്ടിലാണ് നമ്മുടെ യക്ഷി അതായത് നീലി വന്നുകൂടിയത്. നീലി പകൽ സമയത്ത് സർവാംഗ സുന്ദരിയും യുവതിയുമായ ഒരു വേശ്യ സ്ത്രീയുടെ വേഷം ധരിച്ച് ആ വഴിയിൽ ചെന്ന് നിൽക്കും. ആ വഴിയെ പോകുന്നവരോട് ഒന്ന് മുറുക്കാൻ ഇത്തിരി ചുണ്ണാമ്പ് തരാമോ എന്ന് ചിരിച്ചുകൊണ്ട് ചോദിക്കും. ചുണ്ണാമ്പ് കൊടുത്തു കഴിയുമ്പോൾ അവർ പതിയെ നർമ്മസല്ലാപങ്ങൾ നടത്തും. അവളുടെ വാക്ക് കേട്ടാൽ ആരായാലും മയങ്ങിപ്പോകും. അത്രയ്ക്ക് മിടുക്കിയായിരുന്നു നമ്മുടെ നീലി. അങ്ങനെ ഓരോരുത്തരെയും പറഞ്ഞു മയക്കി അവൾ കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയും കാട്ടിൽ ചെന്നാൽ ഉടൻ പിടിച്ചു കടിച്ചു കീറി ചോര കുടിക്കുകയും ശരീരം ഭക്ഷിക്കുകയും ചെയ്തു പോന്നു. ഇതായിരുന്നു നീലിയുടെ പതിവ്. അങ്ങനെ അനേകം ആളുകളെ അവൾ കൊന്നു തിന്നു. ഇതറിഞ്ഞ് ജനങ്ങൾ ആ വഴി നടക്കാതെയായി. അവർ അനേകം മന്ത്രവാദികളെ കൊണ്ടുവന്ന് പല വിദ്യകൾ ചെയ്തു. യക്ഷിയെ ഒഴിച്ചുവിടാൻ നോക്കി. ഒന്നും ഫലം കണ്ടില്ല. ഒടുക്കം ചിലർ കടമറ്റത്ത് ചെന്ന് കത്തനാരെ കണ്ട് വിവരം പറഞ്ഞു. കടമറ്റത്ത് കത്തനാർ ആ സ്ഥലത്ത് ചെന്നപ്പോൾ യക്ഷി അതേ വേഷത്തിൽ തന്നെ ആ വഴി നിൽപ്പുണ്ടായിരുന്നു. കത്തനാർ ഒരു ഇരുമ്പാണി എടുത്ത് ചുണ്ണാമ്പ് അതിൽ തേച്ച് വെച്ച് നീട്ടിക്കൊടുത്തു. അത് മേടിക്കാൻ യക്ഷി അല്പം മടിച്ചുവെങ്കിലും അവസാനം അവൾ മേടിച്ചു. അങ്ങനെ യക്ഷി കത്തനാരുടെ ബന്ധനത്തിൽ അകപ്പെടുകയും അവൾക്കൊന്നിനും ശക്തിയില്ലാതായി തീരുകയും ചെയ്തു. ചുണ്ണാമ്പോടുകൂടി ആ ഇരുമ്പാണി കയ്യിൽ കൊടുത്തു എന്നാണ് യക്ഷിക്ക് തോന്നിയത്. പക്ഷെ ഒരു മന്ത്രം ജപിച്ച് അവളുടെ ശിരസിൽ തറയ്ക്കുകയാണ് യഥാർത്ഥത്തിൽ കത്തനാർ ചെയ്തത് എന്ന വാസ്തവം യക്ഷി അറിഞ്ഞതേയില്ല. ചുണ്ണാമ്പ് കൊടുത്തിട്ട് ഉടനെ കത്തനാർ നടന്നു തുടങ്ങി. ഒരു ദാസിയെപ്പോലെ യക്ഷിയും അദ്ദേഹത്തിന് പിന്നാലെ നടന്ന് അവർ സ്ഥലങ്ങളിലൊക്കെ താമസിച്ചും 4-5 ദിവസം കൊണ്ട് അവർ കായംകുളത്തെത്തി. അവിടെ കത്തനാരുടെ പരിചയമുള്ള ഒരു വീടുണ്ടായിരുന്നു. അദ്ദേഹം ആ വീട്ടിലും ഒന്ന് കയറി. കത്തനാരുടെ മാതുലിൻ്റെതായിരുന്നു ആ വീട്. അവിടെ കത്തനാരുടെ വിധവയായ ഒരു വൃദ്ധ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വൃദ്ധ യക്ഷിയെ കണ്ടിട്ട് ഇവൾ ഏതാണ് എന്ന് ചോദിച്ചു. ഇവളെ ഇപ്പോൾ ഞാൻ എന്റെ ദാസിയാക്കിയിരിക്കുകയാണ് എന്ന് കത്തനാർ പറഞ്ഞു. എനിക്ക് സഹായത്തിന് ഇവിടെ ഒരു പെണ്ണുണ്ടായാൽ കൊള്ളാമെന്ന് വൃദ്ധ പറഞ്ഞു. വിരോധമില്ല, ഇവിടെ വേണമെങ്കിൽ ഇവളെ താമസിപ്പിച്ചേക്കാം എന്ന് കത്തനാർ പറഞ്ഞു. ഇത് കേട്ട് വൃദ്ധയ്ക്ക് വളരെയധികം സന്തോഷമായി. അവർ യക്ഷിയെ തന്റെ പുത്രിയെ പോലെ വാത്സല്യപൂർവ്വം
സ്വീകരിച്ചു. ഉടനെ കത്തനാർ കുളിക്കാൻ പോയി. യക്ഷിയും വൃദ്ധയും കൂടി ഭക്ഷണമെല്ലാം തയ്യാറാക്കി വെച്ചു. കത്തനാർ കുളിയും ഊണും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി സ്വൽപ്പം കിടന്നു. വൃദ്ധയും യക്ഷിയും ഊണ് കഴിഞ്ഞ് ഓരോ വർത്തമാനങ്ങളും പറഞ്ഞ് വേറൊരു മുറിയിൽ തന്നെ ഇരുന്നു. ആ സമയം വൃദ്ധ വാത്സല്യത്തോടുകൂടി യക്ഷിയുടെ തലമുടി ഭംഗിയായി ചീവി കെട്ടുന്നതിനായി ചീർപ്പെടുത്ത് ചീകി. എന്തോ തടഞ്ഞതായി തോന്നിയപ്പോൾ അവർ സൂക്ഷിച്ചു നോക്കി. തലയിൽ ഒരു ഇരുമ്പാണി തറച്ചു വെച്ചിരിക്കുന്നു. ഇതെങ്ങനെ ഇവിടെ വന്നു എന്നും പറഞ്ഞ് വൃദ്ധ ആണി വലിച്ചൂരിയതും യക്ഷി പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും അദൃശ്യയാകുകയും ചെയ്തു. അപ്പോൾ വൃദ്ധ വല്ലാതെ പരിഭ്രമിച്ചു. കത്തനാരുടെ അടുക്കൽ ചെന്ന് എല്ലാ വിവരങ്ങളും ധരിപ്പിച്ചു. എങ്കിൽ എല്ലാ കാര്യങ്ങളും തെറ്റി എന്നും പറഞ്ഞ് കത്തനാർ വടക്കോട്ട് നടന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ യക്ഷി അതിവേഗത്തിൽ നടന്നു പോകുന്നത് അദ്ദേഹം കണ്ടു. കടവിലെത്തിയപ്പോഴേക്കും കടത്തുകാരൻ യക്ഷിയെ കയറ്റി പനിയന്നാർ കാവിൽ കടവിലിറക്കി കഴിഞ്ഞു. കത്തനാർ അപ്പോൾ തന്നെ ഒരു സൂത്രം പ്രയോഗിച്ചു. യക്ഷിക്ക് അവിടെ നിന്നും പോകാൻ പറ്റാത്ത വിധം അദ്ദേഹം ഒരു വാഴയിൽ നിന്നും ഒരു തൂശനില മുറിച്ചെടുത്ത് വെള്ളത്തിൽ തുഴഞ്ഞ് യക്ഷിയുടെ അടുത്ത് ചെന്നു. നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചു. നിന്നെ ഞാൻ വിട്ടയക്കില്ല എന്നും പറഞ്ഞു. ജനങ്ങൾക്ക് ഉപദ്രവം ചെയ്യാതെ ഇവിടെ ഇരിക്കാമെങ്കിൽ അനുവദിക്കാം, അല്ലാത്ത പക്ഷം നിന്നെ ഞാൻ അറുത്ത് ഹോമിക്കുമെന്ന് കത്തനാർ പറഞ്ഞു. ഇനി ഞാൻ എന്നും ഇവിടെ തന്നെ ഇരുന്നു കൊള്ളാമേ, എന്നെ സംഹരിക്കരുത് എന്ന് യക്ഷി പറഞ്ഞു. സത്യം ചെയ്യുകയും ചെയ്തു. അന്നു മുതൽ യക്ഷി അവിടെ അദൃശ്യയായി താമസിക്കുന്നു.